നമ്മുടെ ഫേസ് ഡിറ്റക്ട് ചെയ്തിട്ടോ നമ്മുടെ തം ഇംപ്രഷൻ ഉപയോഗിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കാർഡ് അങ്ങനെ പലതരത്തിൽ നമുക്ക് നമ്മുടെ ആക്സസ് ഗ്രാൻഡ് ചെയ്യിച്ചിട്ട് നമുക്ക് നമ്മുടെ കൺട്രോളിലുള്ള നമ്മുടെ കസ്റ്റഡിയിലുള്ള ഒരു ലോക്ക് ഓപ്പൺ ചെയ്യാം. ആ ലോക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതായാലും അത് നമ്മൾ തന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റി കാരണം അതിലൂടെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലോക്കിംഗ് സിസ്റ്റത്തിൽ ഒരു തരമാണിത്. ജസ്റ്റ് മെക്കാനിക്കൽ ലോക്കിംഗ് സിസ്റ്റമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് അങ്ങനെ ഒരു 100 തരം ലോക്കിംഗ് സിസ്റ്റങ്ങളിൽ മെക്കാനിക് സിസ്റ്റങ്ങളിൽ ഉള്ള ഒരു തരമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഡിവൈസുകൾ എൻ്റെ അടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്ന വർക്കിൽ വരുന്ന ബാലൻസുകളാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഇത് നമ്മൾക്കിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ലോക്കിൻ്റെ ഫംഗ്ഷൻ എന്താ, നമ്മളിപ്പോൾ ലോക്ക് ഇത് കണ്ടില്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രോ ലോക്ക് വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഫംഗ്ഷൻ ഇത് ഇങ്ങനെ ഇരിക്കും. നമ്മളിവിടെ ഒരു പവർ കൊടുക്കുക എന്ന് വിചാരിക്കുക. ഈ വയറിൽ പവർ കൊടുക്കുമ്പോൾ ഇത് അൺലോക്ക് ആവും. ആ പവർ വരണമെങ്കിൽ നമ്മൾ കൊടുക്കണം പവറിൽ ഈ സിഗ്നലിൽ മൈക്രോ കൺട്രോളർ ഓക്കെ പവർ 12 വോൾട്ട് അല്ലെങ്കിൽ 5 വോൾട്ട് എന്താണോ ഇതിൻ്റെ പവർ സപ്ലൈ വരിക അത് ഓക്കെ കൊടുത്താൽ അത് ഓൺ കൊടുത്താൽ അത് വരും. അപ്പോൾ ഇത് നമ്മൾക്ക് ഓപ്പൺ ചെയ്യാം, അതായത് ലോക്ക് ഓഫ് ആവും. ആ സമയം അത് നമ്മൾ ലോക്ക് ഓപ്ഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ മൈക്രോ കൺട്രോളർ ഇതിലേക്കുള്ള പവർ കൊണ്ട് ഡിസ്കണക്ട് ചെയ്യുന്നു, ജസ്റ്റ് ഓൺ ആവുന്നു. അപ്പോൾ ഇവിടെ ലോക്ക് ആവും. അത്രയും സിമ്പിളാണ് ഒരു അനലോഗ് സ്വിച്ച്. അത്രയേ ഉള്ളൂ സംഭവം. അത് മാഗ്നറ്റിക് ആയിട്ടുള്ളൊരു കോയിൽ ഇതിനകത്തുണ്ടാവും. അതായത് നിങ്ങൾക്ക് ഇതിവിടെ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു മോഡൽ കാണാം. കംപ്ലൈൻറ്റ് മീൻസ് ഇതിൻ്റെ ഉള്ളിലുള്ള ഷാഫ്റ്റ് മിസ്സായി പോയതാണ്, തെറിച്ചു പോയിട്ട് കംപ്ലൈൻ്റ് ആയി പോയതാണ്, അതായത് ഒഴിവാക്കിയതാണിത്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ശരിക്കും കാണാം ഇവിടെ ഡയറക്റ്റ് ഒരു കോയിലാണ്. ആ കോയിൽ ഈ ഇതിനെ മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ ഇതിനുള്ളിലുള്ള ഷാഫ്റ്റിനെ അകത്തേക്ക് പുറത്തേക്കും തള്ളുകയാണ്. അതിൻ്റെ ഉള്ളിൽ സ്പ്രിങ് ഉണ്ടാവും. ആ സ്പ്രിങ്ങാണ് ഇതിനെ പുറത്തോട്ട് തള്ളി പിടിക്കുന്നത് ഇതേപോലെ. അപ്പോൾ ആ സ്പ്രിങ്ങും അതോടുകൂടി ഇതിന്ന് നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതുണ്ടാവുക. ഇതിന് ഈ രീതിയിൽ നമുക്കിവിടെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ളിലത്തെ കോയിലും കാര്യങ്ങളും കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ, വളരെ സിമ്പിൾ സംഭവമാണ്. 12 വോൾട്ട് DC ആണ് ശരിക്കും പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് വോൾട്ട് വരിക. 12 വോൾട്ട് 5 വോൾട്ടിൽ വരുന്നതൊക്കെ ഉണ്ട്, പക്ഷേ 12 വോൾട്ട് DC ആണ് കൂടുതൽ നല്ലൊരു ആക്ഷനിൽ കിട്ടുന്നത്. റിമോട്ട്ലി അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡിജിറ്റലി ആവശ്യം വരിക 1 to 10 സെക്കൻഡ്സ് ആണ് ഏറ്റവും കൂടുതൽ ആവശ്യം വരിക. അപ്പോൾ അതിൻ്റെ ആ ഒരു സമയത്തേക്ക് ഓൺ അല്ലെങ്കിൽ ഓഫ് സ്റ്റേറ്റിലേക്ക് നിർത്താൻ ഈ സ്വിച്ച് ഉപയോഗിക്കാം. ശരിക്കും പറഞ്ഞാൽ സ്മാർട്ട് ഹോം സിസ്റ്റം അല്ലെങ്കിൽ ഏതെങ്കിലും DIY പ്രോജക്റ്റ് നമ്മളിപ്പോൾ നമ്മളെ ഡ്രോ ലോക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് ഇങ്ങനെയുള്ള ലോക്കുകൾ ഉപയോഗിക്കാം. ഇതിപ്പോഴും നമ്മൾ വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് മാനുവലി ഡ്രോ ലോക്കായിട്ട് ഇത് നമ്മളെ ഡോറിന് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ലോക്കാവുന്നു. അതായത് ഇതിപ്പോൾ ഇങ്ങനെയാണ് ഡോറെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ പോയി ഇത് ഇങ്ങനെ ലോക്കായി. ഓക്കെ, ഇത് ഇവിടെ ഇപ്പോൾ ലോക്കായി. ഇനിയിപ്പോൾ ഇത് ഇങ്ങോട്ട് കിട്ടില്ല. അടുത്തത് നമ്മൾ ഇനി മാഗ്നറ്റിക് പവർ വന്ന് ഈ സാധനം അകത്തേക്ക് പോയാൽ നമുക്കിത് കൊണ്ട് തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ ഇത് ഇവിടെ തടഞ്ഞു കിടക്കും. ഓക്കെ, മറ്റേ കൺട്രോളറിൻ്റെ പവർ കാരണം ഇതിന് ഷാഫ്റ്റ് ബാക്കോട്ട് വലിക്കുമ്പോൾ സ്വിച്ച് ബാക്കോട്ട് പോകുന്നു. അപ്പോൾ എന്തായി, ഡോർ തുറന്നു. അത്രയേ ഉള്ളൂ സംഭവം. അത്രയും കാര്യങ്ങൾ നമ്മൾ ഏത് തരത്തിൽ ആക്സസ് ഗ്രാൻഡ് ചെയ്യിക്കുന്നോ അതുപോലെയാണ് ഇത് ഓൺ ആൻഡ് ഓഫ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന സ്വിച്ചിങ് വേറെയും ഉണ്ട്. ഒരുപാട് തരത്തിലുള്ള സ്വിച്ചിങ് ഉണ്ട്, മാഗ്നറ്റിക്കും മെക്കാനിക്കലും അല്ലാത്തതും ഉണ്ട്. അപ്പോൾ നമുക്ക് ഭാവിയിൽ പരിചയപ്പെടാം. ബാക്കി സെൻസേഴ്സിൻ്റെ വീഡിയോ അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കൂ.